കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിധിയും സുധീഷും പുറത്ത് പോയി വരുന്ന സമയത്ത് മദ്യപിച്ചുകൊണ്ട് ഭാസ്കരൻ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാകും. ആ സമയത്ത് നിധിയോട് ഭാസ്കരൻ പറയും, നിധി കയറി വാ മരുമകളെ എന്ന് പറയാം. ഭാസ്കരൻ നിധിയോട് വലത് കാൽ വെച്ച് തന്നെ മകൾ കയറി എന്ന് പറയണ ആ സമയത്ത് സുധീഷ് പറയാണ്, നിങ്ങൾ കുറച്ച് സമയം ഒന്നും മിണ്ടാതെ നിൽക്കൂ എന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുഭാഷും നികേഷും ഹരീഷും വരുന്നത്. അപ്പോൾ സുഭാഷ് ഭാസ്കരനോട് പറയുന്നുണ്ട്, അച്ഛൻ അപ്പുറത്തേക്ക് നിൽക്ക്, ഇന്ന് കൂടുതൽ മദ്യപിച്ചിട്ടുണ്ട്. നിധിയോട് സുഭാഷ് പറയും, മകൾ അകത്തോട്ടേക്ക് കയറിപ്പോ എന്ന് പറയും. അങ്ങനെ നിധിയും സുധീഷും എല്ലാവരും അകത്തോട്ടേക്ക് കയറിപ്പോകും. ആ സമയത്ത് നിധി സുഭാഷിനോട് ചോദിക്കും, അച്ഛന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ സന്തോഷം കൊണ്ടായിരിക്കും, മോള് മുറിയിൽ പോയി ഫ്രഷായി കിടക്കാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ നിധി മുറിയുടെ അകത്തോട്ടേക്ക് കയറി ചെല്ലുകയാണ്. നിധി മുറിയിലോട്ട് കയറിയതിന് ശേഷം മണിയറ ഒരുക്കിയത് കണ്ട് നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിന്ന് ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയാണ്. സുധീഷ് ഹരീഷിനോടും നികേഷിനോടും ചോദിക്കും, എങ്ങനെയാടാ നിങ്ങൾ ഒരുക്കിയില്ലേ ചോദിക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ സൂപ്പറായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇനി ഒന്നും ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് പറയണം. അങ്ങനെ സുധീഷ് മുറിയിലോട്ട് പോകണോ പോകണ്ടേ എന്ന് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, എന്താ സുധീഷ് ഏട്ടനൊരു പേടി പോകാൻ എന്ന് പറയാണ്. ആ സമയത്ത് സുധീഷ് നീ പോടാ എന്ന് പറയാണ്. പിന്നീട് നിധിയാണ് കാണിക്കുന്നത്. അങ്ങനെ നിധി മുറിയിൽ എല്ലായിടത്തും നോക്കുകയാണ്, നല്ല ഭംഗിയിൽ ഒരുക്കിയത്. ആ സമയത്ത് നിധിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തണുക്കും. ആ സമയത്ത് എന്താ ഈ തണുപ്പെന്ന് വിചാരിച്ച് നിധി നോക്കുമ്പോൾ നിധിയുടെ മുറിയിൽ അവർ AC വെച്ചിട്ടുണ്ടാകും. സുധീഷ് പറയും, ഇനി ഞാൻ മുറിയിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് മുറിയിലോട്ട് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് നിധി അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സുധീഷ് അകത്തോട്ടേക്ക് ചെല്ലും. അപ്പോൾ സുധീഷ് നിധിയോട് ചോദിച്ചു നിൽക്കും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇതെപ്പോഴാണ് വാങ്ങിയതെന്ന് ചോദിക്കും. നമ്മൾ പുറത്ത് പോയിരുന്ന സമയത്ത് ഇത് വാങ്ങി, ഇതെല്ലാം അവർ സെറ്റപ്പ് ആക്കിയതാണെന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയും, എൻ്റെ ഭാര്യ AC-യിലൊക്കെ കിടക്കണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ നിധി പറയും, അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ എന്താ ഇതൊന്നും വാങ്ങാതിരുന്നത്, എല്ലാവരോടും പറഞ്ഞിരുന്നല്ലോ ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ് എന്ന്. അപ്പോൾ സുധീഷ് പറയും, ആ സമയത്ത് സുധീഷാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പറയുന്നുണ്ടല്ലോ. പിന്നീട് നികേഷിനെയാണ് കാണിക്കുന്നത്. നികേഷ് അവരുടെ മുറിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ടേക്ക് വരും. എന്താടാ നികേഷ്, നിനക്ക് അവിടെ പണി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, ഇത്ര നേരമായിട്ടും സുഭാഷ് ഏട്ടൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നിധി ഏട്ടത്തിയുടെ അടുത്ത് നിന്നും അടിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. നീ ഇവിടെ വന്ന് കിടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, വേഗം ഉറങ്ങാൻ നോക്കുക. ആ സമയത്ത് നികേഷ് ചോദിക്കും, എന്തിനാ ഇത് സുധീഷ് ഏട്ടൻ്റെ തലക്കിണി. ആ സമയത്ത് സുഭാഷ് പറയും, ഇത് ഇവിടെ കിടന്നോട്ടെ, അവൻ ഇത്രയും കാലം നമ്മുടെ കൂടെയല്ലേ കിടന്നത്, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, ആ ഏട്ടനും അറിയാലേ, നിധി ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും സുധീഷ് ഏട്ടന് അടി കിട്ടും, അതുകൊണ്ടല്ലേ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയും, ഒന്നും മിണ്ടാതെ കിടക്കടാ. പിന്നീട് നിധിയെയും സുധീഷിനെയും ആണ് കാണിക്കുന്നത്. സുധീഷ് നിധി ഇങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്ത് നിധി പറയും, നന്നായിട്ട് തണുക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, ഇതൊന്ന് കുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറക്കുകയാണ്. പിന്നീട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷിന് നിധിയെ ഒന്ന് തൊടണം എന്നുണ്ടാവും. പക്ഷേ സുധീഷിന് അത് പേടിയായിരിക്കും. ആ സമയത്തായിരിക്കും നിധി സുധീഷിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിധിയുടെ തോളിൽ വെക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.